ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത്. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോവയ്ക്കയാണ്. അപ്പൊ നമ്മുടെ വീടുകളിലെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്, മിക്കവാറുള്ള വീടുകളിലൊക്കെ ഉണ്ട്. നാട്ടിൻപുറത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് കോവയ്ക്ക നന്നായിട്ട് കിട്ടും. അല്ലാത്തതാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാറുണ്ട്. അപ്പൊ കോവയ്ക്ക വെച്ച് നോർമലി എല്ലാവരും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് മെഴുക്ക് വരട്ടി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊത്തി എറിഞ്ഞ് തോരൻ വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടുമല്ല ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ മീൻകീര വെക്കില്ലേ, മീൻകീര വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ കോവയ്ക്ക യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കോവയ്ക്ക പീര വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കറക്റ്റ് ഒരു മീനിന്റെ ടേസ്റ്റ് വരും. അപ്പൊ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണുള്ളത്. അപ്പം ആദ്യത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതിന് ഈ സൈഡ് രണ്ടും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ സൈഡ് രണ്ടും ചെത്തിക്കളഞ്ഞ് നമുക്ക് ഇത് അത്യാവശ്യം നീളമുള്ളതായത് രണ്ടായിട്ട് മുറിച്ച് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്കപ്പീരയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 1/4 തേങ്ങ തിരികിയത്, 2 പച്ചമുളക്, ഒരു 6-7 കൊച്ചുള്ളി. കൊച്ചുള്ളി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ ബീഫ് വെക്കുവാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് കറി വെച്ചാലും കൊച്ചുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഒരു 7-8 കൊച്ചുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ജസ്റ്റ് ഒരുപാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കരിവേപ്പില, പിന്നെ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ മെഴുക്ക് വെട്ടത്തില്ലേ അതുപോലെ. ചിലർ റൗണ്ടിൽ കട്ട് ചെയ്ത് മെഴുക്ക് വെട്ടാറുണ്ട്, ചിലർ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ വേണം അരിയാന്. ചിലതൊക്കെ പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ, അതിന്റെ കോവയ്ക്ക ഇരുന്ന് പഴുത്ത് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീനിന് നമ്മൾ പുളി ചേർക്കില്ലേ, അതുപോലെ ഞാൻ പുളിയും ഇതേപോലെ 2-3 എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, നമ്മുടെ ഈ കൊച്ചുള്ളി ചതച്ചതിന്റെ കൂട്ട് തന്നെ നമുക്ക് ഈ പച്ചമുളകും ചതച്ചു കൊടുക്കും. ഞാൻ ഇതേപോലെ ഒരു ഇതെടുത്തിട്ട് ഞാൻ നമ്മുടെ പച്ചമുളകും ഒന്ന് ചതച്ചു കൊടുക്കാൻ പോവാണേ. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മാത്രം മതി. കണ്ടോ, അപ്പൊ അതിന്റെ ആ സീഡൊക്കെ ഒന്ന് പുറത്ത് വരും, ആ ഒരു പരുവം മതി. ഓക്കെ, ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കടുവൊന്നും വറക്കുന്നില്ല കേട്ടോ, തേങ്ങയില്ലേ നമ്മൾ ചിരിക്കി വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവേ. തേങ്ങ, നമ്മുടെ മുളക്, ചതച്ച് വെച്ചിരുന്ന നമ്മുടെ കൊച്ചുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കരിവേപ്പില. അപ്പം ഇട്ട് കൊടുക്കേണ്ട സാധനമെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പുളി ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഈ പുളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, നമ്മുടെ സാധനത്തിനനുസരിച്ച് പുളി മതി. ഓരോ വീട്ടിലും പുളിയുടെ എമൗണ്ട് ഓരോന്നാണല്ലോ ഓരോരുത്തർ ചേർക്കുന്നത്. സോ അതനുസരിച്ചുള്ള പുളി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പുളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ അതെ, മഞ്ഞൾ പൊടി ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. നമ്മുടെ പാകത്തിന് ചേർത്തിട്ട് ഒന്ന് നോക്കിക്കൂടും കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരിയാണ്. ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എരി കുറവായുണ്ട്, എല്ലാവർക്കും എരി കുറവ് മതി. അപ്പൊ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളേ, 1 സ്പൂണ് കാശ്മീരി. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ഞാൻ തന്നെ ഇത്രയും ചേർക്കുന്നുണ്ട്. നമുക്ക് പോരായെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം, വെറുതെ കൂട്ടിയിട്ട് കുളമാക്കണ്ടല്ലേ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ കൈ യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കൈ യൂസ് ചെയ്ത് ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇതിനകത്ത് നന്നായിട്ട് എരിയും പുളിയൊക്കെ ഒന്ന് പിടിക്കണം. നമ്മുടെ മുളകും പുളിയും ഇഞ്ചിയും ഒക്കെ ഇല്ലേ, സോ അതുകൊണ്ട് കൈ യൂസ് ചെയ്ത് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ ഈ വീഡിയോക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ എനിക്കെപ്പോഴും വീഡിയോ എടുത്ത് തരാറുള്ളത് ഹസ്ബൻഡാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ വീഡിയോയിൽ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തനിയൊരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ തനി എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും അത് പോരായ്മകളൊക്കെ കാണും. അപ്പൊ നമ്മുടെ കൂട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് വെച്ചാലും ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതേപോലെ തേങ്ങാപ്പീര കറക്റ്റാണ് വായി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം. അപ്പൊ സ്വല്പം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കോവയ്ക്ക ചേർക്കാനില്ലേ,
സോ അതുകൊണ്ട് തുള്ളി ഉപ്പോട് ഞാൻ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എരിയൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർത്താൽ മതിയാകും. അല്ലേ, നമ്മുടെ കോവയ്ക്ക ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. കോവയ്ക്ക് നമ്മൾ മീൻകറി ഇടുന്നതിന്റെ കൂട്ട് തന്നെ കോവയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് മീൻകറിക്ക് നമ്മൾ ഞെവിടുന്നതിന്റെ കൂട്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഞെട്ടിക്കോളൂ. അപ്പൊ നമ്മുടെ കോവയ്ക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് ഉള്ള തേങ്ങ വേണം എടുക്കാനേ. അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കണ്ട, കുറച്ചുകൂടത്തെ തേങ്ങ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേ കുറച്ച് പുളിയില്ലേ, പുളിവെള്ളം ഒത്തിരി വേണ്ട. നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ട് നമ്മുടെ പുളി കുറച്ച് പുളിവെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നനവിന് വേണ്ടി കുറച്ച് മതിയാവേ, എല്ലാം ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ ഇങ്ങനെ. പിന്നെ നമുക്കറിയാം നമ്മുടെ പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ വേവ് വളരെ കുറവാണ്. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് വേവാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് വെള്ളം, നമ്മൾ തോരനൊക്കെ ചില തോരനൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ടല്ലോ, ചിലവരൊക്കെ വെള്ളം ഒഴിച്ച് വേവിക്കാറുണ്ട്. ഒരുപാട് ഒരു പൊടിക്ക് നമ്മൾ തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ കണ്ടേ ഇത്രയും മതി, ഒരു നുള്ളു വെള്ളം. ഇത് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടി ഇത്രയും വെള്ളം മതിയാവേ. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിനി ഇതെന്ത് ചെയ്യാം, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചാൽ മാത്രം മതി. ഇത് കണ്ടോ, മീൻ ബീരമൂലുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഗ്യാസിലോട്ടൊന്ന് വെക്കാം. അപ്പം ഞാനത് ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ്. ഇതൊന്ന് വെച്ചോളൂ. എപ്പോഴും നമ്മളെ ഇത് വേവിക്കുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിക്കാൻ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ. ഈ സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചോളൂ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇന്നത്തെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ലോ ഫ്ലെയിമിലേ ചെയ്യാവൂ. നമ്മൾ നിങ്ങളപ്പം വിചാരിക്കും വെളിച്ചെണ്ണയ്ക്ക് ഒഴുക്കിത്തിരിക്കുമെന്ന്. അപ്പം ഇതിനിടയ്ക്ക് അച്ചുക്കുട്ടി നമ്മൾ ഓടി വന്നു വെള്ളത്തിനായിട്ട്. ഓക്കെ, നമ്മളിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ എല്ലാവരുടെ വീടുകളിൽ വാഴയില ഉണ്ടാവുമല്ലോ, കണ്ട വാഴയില ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ഒരു വാഴയില ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതാണ്. വാഴയില ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് അറിയാം, നമുക്ക് ഈ വാഴയിലയിൽ പൊരിക്കുന്ന മീന് പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ നോർമലി പ്ലേറ്റിൽ ചോറുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് വാട്ടി ഇലയിൽ ചോറുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് ഞാനിതിന്റെ വായാണെങ്കിൽ ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മൗത്ത് ഞാനിങ്ങനെ മൂടി കൊടുക്കുവാണ് ആവിയിൽ വേവാൻ വേണ്ടി. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൂടി കൊടുത്തോളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് നമുക്കൊരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ വേവിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോണം വെന്തിട്ടുണ്ടോ, അടിക്കുന്ന ഇളക്കി കൂട്ടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് എന്തെങ്കിലും ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ മൂടി കൊടുത്തോളൂ. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം നമ്മുടെ കോവയ്ക്ക മീൻപീരയുടെ അവസ്ഥ എന്താന്ന്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മുടെ മീൻപീര, കോവയ്ക്ക മീൻപീര എന്തായെന്ന്. നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നല്ല പച്ചിലയാണ് വെച്ചിരുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ആവി കൈ തട്ടല്ലേ, ഒന്ന് ഊതി കൊടുത്തിട്ട് എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആവി കൈ തട്ടും. കണ്ട നമ്മുടെ മീൻപീര, കോവയ്ക്ക മീൻപീര ഇതൊക്കെ ഉണ്ട്. ഇതുപോലെയാണ്. ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ചിലപ്പം വെള്ളം കുറവാണെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, കുറച്ചും കൂടി വെള്ളം വേണം നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ട വെള്ളം ഓൾറെഡി ഉണ്ട്. കാരണം നമ്മുടെ കോവയ്ക്ക കിത്തിന് വേവുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിലവരാണെങ്കിൽ നമ്മൾ സാധാരണ ഞാനാണെങ്കിൽ കോവയ്ക്ക ഈ നമ്മൾ മെഴുക്ക് വെട്ടത്തില്ലേ, മെഴുക്ക് വെട്ടുമ്പോൾ ചില സമയത്ത് എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ ഈ കോവയ്ക്കയും ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് ഞാൻ മെഴുക്ക് വെട്ടുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് മെഴുക്ക് വെട്ടാൻ പറ്റും. നന്നായിട്ട് സാധനം വെന്ത് കിട്ടും, ഒരുപാട് ടൈം എടുക്കത്തില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല, ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് എടുക്കും നമ്മുടെ ഈ കോവയ്ക്ക ഒന്ന് ലെവലായി വരാന്. വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ ഇല എടുത്ത് ഒന്ന് മൂടി കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്താകും എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
നമ്മുടെ മീൻപീര ഉണ്ടോ, മീൻപീര അല്ല, കോവയ്ക്ക പീര റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ കോവയ്ക്ക സാധനം നമ്മൾ മെഴുക്കുവറ്റാൻ തോരനും വെക്കാറില്ലേ പതിവ്. അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുള്ളൂ. എന്നും സെയിം രീതി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മടുക്കില്ലേ. അപ്പം ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വേവുന്നത് ഓരോ രീതിയിൽ, ചിലർക്ക് ഒരുപാടൊന്നും വേവണ്ട. നിങ്ങൾ നോക്കിക്കോളും, നിങ്ങളുടെ പരുവം അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അഥവാ കുറച്ചുകൂടെ ഒക്കെ വേവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നേരം ആവിയിലിട്ട് വേവിക്കണേ. അപ്പം ഞങ്ങൾക്കിത് മതി, സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിങ്ങനെ ഇതുപോലെ തന്നെ അമർത്തി വെച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകും. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കരിവേപ്പില, ഒരു കണ്ട് കരിവേപ്പില അതെ ഇതേപോലെ ചെറുതായിട്ട് പിച്ചിടാൻ പോവാണ് ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണ ആഡ് ചെയ്തില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്നും ചെയ്യാൻ പോകണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് മതിയേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കൂട്ട് തന്നെ മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിൽ നേരത്തെ കൂട്ട് തന്നെ ഇതേപോലെ എല്ലാം മൂടി വെക്കാം. അപ്പം ഈ ടൈമിനുള്ളിൽ തന്നെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ആയി കാണും, 1 മിനിറ്റ് ആയി കാണും. നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ടൈം കുറച്ച് നേരം അവിടെ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴത്തേന് ഒന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് വിളമ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റി പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇതുപോലെയുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.